ഹായ് നമസ്കാരം. യാത്ര ഏറെ ഇഷ്ടപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും മാതൃകയും അതേമാതിരി തന്നെ പ്രചോദനവുമാകുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് കേട്ടോ സുവർണൻ ചേട്ടൻ. എറണാകുളം സ്വദേശിയായ അദ്ദേഹത്തിൻ്റെ 75-ാം വയസ്സിലും യാത്രകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ആച്ചാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല തന്നെ, വിശേഷം നല്ല തന്നെ. അപ്പോൾ സുവർണൻ ചേട്ടാ, നിങ്ങൾ എത്ര വയസ്സ് മുതൽ യാത്ര ചെയ്യുന്നുണ്ട്? യാത്ര ട്രാവൽസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യാത്രയിൽ തന്നെയാണ് ഞാൻ. അത് പിന്നെ ട്രാവൽസ് തുടങ്ങുന്നത് 1980-ലാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ എവിടുന്നാണ് വരുന്നത്? ഇപ്പോൾ കാശ്മീർ, പഞ്ചാബ് വാഗാ ബോർഡർ എല്ലാം കറങ്ങിയിട്ട് വരും. കട്ര ഈ വക സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ടാണ് മടങ്ങി വരുന്നത്. ഇന്ത്യയിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ട്? ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പോകാത്ത സ്ഥലം ഉള്ളതാണ് ത്രിപുര, മണിപ്പൂർ. ഈ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് പോകാതിരിക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളും ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്. സുവർണ ചേട്ടൻ യാത്ര ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ കൂടെ യാത്ര ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് ഒരു SB ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാവൽ കമ്പനി ഉണ്ട്. കാര്യമായിട്ട് നമ്മൾ തീർത്ഥാടന യാത്രകളാണ് അവർ ചെയ്യുന്നത് കേട്ടോ. ആ സുവർണ ചേട്ടൻ, ഇപ്പം നിങ്ങൾ കാശ്മീർ ട്രിപ്പിൽ എത്ര പേരുണ്ട്? 34 പേരുണ്ട്. 34 പേര്. 34 പേർക്കുള്ള ഭക്ഷണം, കാര്യങ്ങളും, യാത്ര, എല്ലാ കാര്യങ്ങളും, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. അദ്ദേഹത്തിന്റെ കമ്പനി മെയിനായിട്ട് നോക്കുന്നത് മോനാണ്. നിങ്ങളെ പേരെന്താ പറഞ്ഞത്? എൻ്റെ പേര് സുമേഷ്. സുമേഷ്. അപ്പോൾ നിങ്ങളെ നമ്പർ ഞാൻ അതിൽ കൊടുക്കാം. ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ ജോയിൻ ചെയ്യാനുള്ളവർക്ക് ജോയിൻ ചെയ്യട്ടെ കേട്ടോ. പിന്നെ അച്ഛൻ എല്ലാ ട്രിപ്പിലും കൂടെ പോരുമോ? അച്ഛനെ ഈ പ്രായാധിക്യം കാരണം കൂടെ പോകാൻ കഴിയാറുണ്ടോ എന്ന് ചോദിക്കും. അല്ല, അച്ഛൻ മിക്ക യാത്രകളിലും അച്ഛനുണ്ടാവും. വലിയ വലിയ യാത്രകളിലെല്ലാം അച്ഛനുണ്ടാവും. എന്തായാലും യാത്രയോടുള്ള ഇഷ്ടം തന്നെയാണ് നിങ്ങളെ കമ്പനി നടത്തുന്നതിനും അതിന് കൂടെ പോകുന്നതിനും എല്ലാം പ്രചോദനം അല്ലേ? അതെ, അത് മാത്രമല്ല, ഇത്രയും വർഷമായിട്ട് ഈ യാത്ര നടത്തുന്നതിന് എന്തിനും ലക്ഷങ്ങളും കോടികളൊന്നും ഞങ്ങൾ സമ്പാദിച്ചിട്ടില്ല. ഞങ്ങൾക്ക് താമസിക്കാനുള്ള താമസ സൗകര്യം വേണ്ടി ആ ഒരു റിസർവ് റേറ്റിനാണ് നിങ്ങൾ ആളുകളെ കൊണ്ടുപോകുന്നത്. അത് ഏത് ട്രാവൽസിന്റെ പരസ്യം എടുത്ത് നോക്കിയാലും റേറ്റിന്റെ കാര്യത്തിൽ മനസ്സിലാവും. ഓക്കെ. പിന്നെ സുവർണൻ ചേട്ടന്റെ സുഹൃത്തുണ്ട് കേട്ടോ കൂടെ. നിങ്ങളെ പേരെന്താ പറഞ്ഞേ? എൻ്റെ പേര് ചന്ദ്രൻ. ചന്ദ്രേട്ട. എല്ലാവരും പ്രായമുള്ളവർ തന്നെ കേട്ടോ ഒരു ഗ്രൂപ്പിൽ അധികം ഉള്ളത്. എങ്ങനെ യാത്രക്ക് വല്ല ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. യാത്ര ചെയ്യാൻ പറ്റണോ? സുവർണൻ പ്രാപ്തരായ ഒരു ആളാണ്. അതെ, സത്യസന്ധനായ ആളാണ്, കൃത്യനിഷ്ഠയുള്ള ആളാണ്. അതിന്റെ കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോളും. ധനശ്രീ ചേച്ചിയും ഇവര് ഗ്രൂപ്പിലൊരു മെമ്പർ തന്നെ ആയിരുന്നു. ഇവരും കാശ്മീർ പോയി. ചേച്ചി, കാശ്മീരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, സൂപ്പറായി. 5 ദിവസത്തെ ടൂറായിരുന്നു. അത് കാരണം ഞങ്ങളുടെ വേഷം അതുകൊണ്ടാണ് ഇങ്ങനെ അതൊന്നും കുഴപ്പമില്ല ചേച്ചി. അതുകൊണ്ട് ചേച്ചി നമുക്ക് വേണ്ടിട്ട് നല്ലൊരു പാട്ട് പാടിത്തരും. ദേവാ 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 താമര കുമ്പിളല്ലോ മമ ഹൃദയം, ഇതിൽ താതാനി സംഗീത മധുപകരൂ. എങ്ങനെ എടുക്കും ഞാൻ. സുവർണ ചേട്ടന്റെ അടുത്ത യാത്ര ഇനിയിപ്പോ എങ്ങോട്ടാണ്? അടുത്ത 4 ദിവസം കഴിഞ്ഞിട്ട് നേപ്പാൾ പോകും. നമ്മൾ വീട്ടിൽ ചെന്ന് 4 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ട്രിപ്പ് പോവാണ്. അതെ, അടുത്ത ട്രിപ്പാണ്. എങ്ങോട്ടാണ്? നേപ്പാൾ. അത് എത്ര പേരിറങ്ങുന്ന സംഘമാണ്? അത് 44 പേരിറങ്ങുന്ന സംഘമല്ലേ. അപ്പോൾ നിങ്ങളെ യാത്രയ്ക്ക് എല്ലാം മംഗള ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.